ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചർ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ബാക്കിലെ ബെഞ്ചിലിരിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ. അപ്പോൾ ആ ആൺകുട്ടികൾ എല്ലാവരും അവരെ നോട്ട് പുസ്തകത്തിൽ ഒരു ലിങ്ക് ഉണ്ട്. ആഷ്, സ്റ്റാർ, കുറച്ച് ആൽഫബറ്റിക് അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉള്ള ഒരു ലിങ്ക്. ആ ലിങ്കിട്ട് നേരെ കയറിയാൽ എന്ത് ചെയ്യും, നേരെ യൂട്യൂബിലും ക്രോമിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു ലിങ്കാണ്. അപ്പോൾ അത് 5 കുട്ടികളെ പുസ്തകത്തിലും ആ ലിങ്ക് ഉണ്ട്, ഒരേ ലിങ്ക്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വാങ്ങി നോക്കിയിട്ട് ഇതെന്താ ഈ ലിങ്ക്, ഇത് എന്തിനുള്ളതാ? ടീച്ചർ കാണാൻ പറ്റില്ല. ആ ടീച്ചർക്ക് കാണാൻ പറ്റാത്ത ലിങ്കാണ്. അപ്പോൾ അത് പറ്റില്ലല്ലോ, എനിക്ക് കാണണമല്ലോ. അപ്പോഴേക്കിനും ഇവർ പുസ്തകമൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് അടച്ചു. അപ്പോൾ ടീച്ചർ ഒരു പുസ്തകം പിടിച്ചു വാങ്ങി ആ ലിങ്ക് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തു. അപ്പം ടീച്ചർ പറയാണ്, ആ ലിങ്ക് ഞാൻ അടിച്ച് അത് ഫസ്റ്റ് വന്ന ഉടനെ ഞാൻ ക്ലോസ് ചെയ്തു. നമ്മൾ ചിലപ്പോൾ ഈ അശ്ലീല സൈറ്റ്, ഫോൺ സൈറ്റ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഇത്രമാത്രം മാരകമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ആരാ കാണുന്നത്? 6ാം ക്ലാസ്സിൽ. ഇത് കഥയാണെന്ന് വിചാരിക്കരുത് നിങ്ങളാരും. 6ാം ക്ലാസ്. എനിക്ക് കേൾക്കണോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ ഒരിക്കൽ ലഹരി ഉപയോഗിച്ചാൽ പിന്നെയും ലഹരി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ഒരിക്കൽ പോൺ സൈറ്റ് കണ്ടവൻ കണ്ടുകൊണ്ടേയിരിക്കും, ഉറപ്പ്. എന്ത് വലിയ മൗലവിയായാലും എത്ര ഹജ്ജ് ചെയ്താലും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തിടത്തോളം കാലം അവനത് കണ്ടുകൊണ്ടേയിരിക്കും. കല്യാണം കഴിച്ചാൽ പോലും ഒന്നും നിർത്തൂല, വിവാഹം കഴിച്ചാൽ പോലും നിർത്തൂല. പോൺ സൈറ്റ്, അശ്ലീലം എന്ന് പറഞ്ഞാൽ അത്രയും. ഇനി ഈ അശ്ലീലം കാണുന്ന കുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക്? ഈ അശ്ലീലം കാണുന്ന ഒരു കുട്ടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മയല്ല, ഒരു പെണ്ണാണ്. ആ ഉമ്മ ബാത്റൂമിൽ കയറണതും ഡ്രസ്സ് മാറ്റുന്നതും എല്ലാം അവൻ കാണുന്നത് പോൺ സൈറ്റിൽ പെണ്ണുങ്ങളെ കാണുന്ന പോലെയാണ്. പെങ്ങളെപ്പോലും അങ്ങനെ കാണുള്ളൂ. ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിൽ സാധ്യമാവില്ല. കാരണം ഇതിൽ കാണുന്ന പെണ്ണുങ്ങളെ കണ്ട ഒരാൾക്ക് ഒറിജിനലായിട്ടൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനോ അവളെ കണ്ട് സംതൃപ്തിപ്പെടാനോ ജീവിതത്തിൽ കഴിയൂല. ഏറ്റവും മാരകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അത്രയും മാരകമായ ഒരു സൈക്കാട്രിക് ആയിട്ട് അവ മാറും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളെ കുട്ടികൾ ഇത് കാണുന്നുണ്ടോ നോക്കിക്കണം. ഞാനൊരു ഒരു 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 സ്ഥലത്തൊരു ക്ലാസ്സിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ കാണും. അപ്പോൾ ആ കുട്ടി വന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു. ഡോക്ടർ സാറെ നിർത്താൻ പറ്റുന്നില്ല. ഒരു പെണ്ണാണല്ലോ. അപ്പോൾ ആ പെൺകുട്ടി ഇത് കാണുന്നുണ്ട് എന്ന് എന്നോട് പറയാൻ അവളുടെ ലജ്ജ അനുവദിക്കണില്ല. അപ്പോൾ അവൾ പറഞ്ഞ എന്താ, നിർത്താൻ പറ്റണില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ എങ്ങനെ നീ അവിടെ എത്തിപ്പെട്ടു എന്ന് ഞാൻ ചോദിച്ചില്ല. തെറ്റുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ലോകം നിങ്ങൾ തിരിച്ചറിയണം.